എല്ലാ കൂട്ടുകാർക്കും മിസ്റ്റർ പ്രിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷാങ്സിനെ കുറിച്ചാണ്. നമുക്കറിയാം നമ്മുടെ ഷാങ്സ് നമ്മുടെ വൺ പീസിൽ ഇപ്പോൾ ഉള്ളതിൽ വെച്ച് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഹാക്കി യൂസറാണ്. പക്ഷേങ്കിൽ പലരും പറയുന്നത് കണ്ടിട്ടുണ്ട് നമ്മുടെ വൺ പീസിൽ തന്നെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ആർമമെൻറ്റ് ഹാക്കി യൂസർ അത് ഇക്കാലത്തായിക്കോട്ടെ അല്ലെങ്കിൽ മുമ്പായിക്കോട്ടെ അത് ഷാങ്സ് ആണെന്ന്. അപ്പോൾ അത് സത്യമാണോ? അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതറിയാൻ താല്പര്യമുള്ള ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനധികം പറഞ്ഞു വരപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ടങ്ങ് വീഡിയോയിലേക്ക് പോയേക്കാം. നമ്മളിത് നോക്കുമ്പോൾ ഫസ്റ്റ് തന്നെ നോക്കേണ്ടത് നമ്മുടെ ഷാങ്സിൻ്റെ കയ്യിലുള്ള വെപ്പനാണ്. നമുക്കറിയാം നമ്മുടെ ഷാങ്സിൻ്റെ വെപ്പണിൻ്റെ പേര് ഗ്രിഫൺ എന്നാണ്. ആ സോഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സ്പ്രിംഗ് ഗ്രേഡ് ബ്ലേഡ് ആണെന്നൊന്നും ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ലെങ്കിലും എന്തായാലും വൺ പീസിൽ ഒരു സ്ട്രോങ്ങസ്റ്റ് ബ്ലേഡ് ആയിരിക്കും അതെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. നമുക്കറിയാം നമ്മുടെ ഷാങ്സ് ഒരു സോർട്സ്മാനുമാണ്. ഒരു ബ്ലേഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്തായാലും നമ്മുടെ ഷാങ്സ് ഒരു സോർട്സ്മാൻ തന്നെയാണ്. അപ്പോൾ എന്നിട്ടും നമ്മുടെ ഷാങ്സിന് തൻ്റെ സോഡ് പെർമനൻ്റായിട്ട് ബ്ലാക്ക് ആക്കാൻ പറ്റിയിട്ടില്ല. അതിനർത്ഥം നമ്മുടെ ഷാങ്സ് ഒരിക്കലും നമ്മുടെ മീഹോക്കിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ റിയൂമയുടെയോ ലെവലിൽ എത്തിയിട്ടില്ല എന്ന് തന്നെയാണ്. അപ്പോൾ ഇത് വെച്ച് ഞാൻ പറയുന്നത് നമ്മുടെ ഷാങ്സ് മീഹോക്കിനെക്കാളും വീക്കാണെന്നൊന്നുമല്ല. നമ്മുടെ സോർട്സ്മാൻഷിപ്പ് അല്ലെങ്കിൽ ആർമമെൻറ്റ് ഹാക്കിയുടെ കാര്യത്തിൽ ഒരിക്കലും നമ്മുടെ ഷാങ്സ് മീഹോക്കിൻ്റെയോ അതുപോലെ തന്നെ ഈ റിയൂമയുടെ ലെവലിലൊന്നും എത്തിയിട്ടുണ്ടാവില്ല. കാരണം അങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷാങ്സിൻ്റെ സോഡും തീർച്ചയായിട്ടും ബ്ലാക്ക് തന്നെയായിരിക്കും. അപ്പോൾ ഈ ഒരു ഫാക്റ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഷാങ്സ് ആർമമെൻറ്റ് ഹാക്കിയുടെ കാര്യത്തിൽ അത്ര സ്ട്രോങ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെയുള്ള ഒരുപാട് ഉദാഹരണം നമുക്ക് കാണാൻ കഴിയും. ഷാങ്സിനെക്കാട്ടും പവർഫുള്ളായിട്ട് ആർമമെൻറ്റ് ഹാക്കി യൂസ് ചെയ്യുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് വീണ്ടും ഉണ്ട്. അതിലൊരാൾ മറ്റാരുമല്ല നമ്മുടെ ഗാർപ്പാണ്. നമുക്കറിയാം ഗാർപ്പ് തൻ്റെ ഓൾഡ് ഏജിൽ തന്നെ ഒരു ഐലൻഡ് തൻ്റെ ഫിസ്റ്റ് ഉപയോഗിച്ച് നശിപ്പിച്ചിട്ടുണ്ട്. അതും പോരാഞ്ഞിട്ട് നമ്മുടെ ഗാർപ്പ് തൻ്റെ പ്രൈം ടൈമിൽ നമ്മുടെ പൈററ്റ് കിങ്ങിൻ്റെ റൈവലായിരുന്നു. നമ്മൾ ഗാർപ്പിനെ കുറിച്ച് കൂടുതൽ നോക്കുകയാണെങ്കിൽ ഗാർപ്പ് ഒരു വെപ്പൺ പോലും യൂസ് ചെയ്യുന്നില്ല. വെറും തൻ്റെ ഫിസ്റ്റ് മാത്രം ഉപയോഗിച്ചാണ് പൈററ്റ് കിങ് ആയിട്ടായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റാരുമായിട്ടായിക്കോട്ടെ നമ്മുടെ ഗാർപ്പ് ഫൈറ്റ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഗാർപ്പിൻ്റെ ആർമമെൻറ്റ് ഹാക്കി അത്രമാത്രം പവർഫുൾ ആയതുകൊണ്ടാണ് നമ്മുടെ ഗാർപ്പിന് തൻ്റെ ഫിസ്റ്റ് ഒരു സുപ്രീം ഗ്രേഡ് വെപ്പണിലേക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഒറ്റ ഫീറ്റ് മാത്രം മതി നമ്മുടെ ഗാർപ്പിൻ്റെ ലെവൽ എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ ഇതൊക്കെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഷാങ്സിനെ എങ്കിൽ നമ്മുടെ ഷാങ്സിന് നമ്മുടെ ആർമമെൻറ്റ് ഹാക്കിയുടെ കാര്യത്തിൽ ഇത്രയും വലിയൊരു ഫീറ്റ് ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആർമമെൻറ്റ് ഹാക്കി യൂസർ മറ്റാരുമല്ല നമ്മുടെ ഗാർപ്പ് തന്നെയാണ്. ഒരു പക്ഷേ ഇപ്പം നമ്മുടെ ഷാങ്സ് ആയിരിക്കും നമ്മുടെ വൺ ബേസിൽ ഇപ്പം തങ്ങളുടെ പ്രൈമിലുള്ള ക്യാരക്ടേഴ്സിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ആർമമെൻറ്റ് ഹാക്കി യൂസർ. അല്ലാതെ മറ്റുള്ള ജനറേഷനിൽ നിന്നും നമ്മൾ ക്യാരക്ടേഴ്സിനെ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഷാങ്സ് അവരുടെ ലെവലിലേക്ക് വരുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ ഈ ഒരു തിയറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ട കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി നമ്മുടെ ചാനൽ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. പിന്നെ നമ്മുടെ വീഡിയോ ഹൈപ്പ് ചെയ്ത് വീഡിയോ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ഒന്ന് സഹായിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അതിലും ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോറിൽ കുറച്ച് ആനിമേ ഐറ്റംസ് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ. മറ്റൊരു വീഡിയോ കാണുന്നത് ബൈ ബൈ.